السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വസിക്കുന്നു. പ്രപഞ്ച സൃഷ്ടാവും നിയന്താവുമായ സർവ ലോകത്തിൻ്റെയും നിയന്താവും പരിപാലകനുമായ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യണേ എന്ന് ആദ്യം എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു അത് നാം ഏവർക്കും തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എല്ലാ ആഴ്ചയും സ്ക്രീനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് നടക്കാറുള്ളത് എന്ന് അറിയാൻ കഴിയുന്നു. അൽഹംദുലില്ലാഹ്. ഏതായാലും ഇന്നതിൻ്റെ സംവിധാനങ്ങളൊന്നുമില്ല. ഈ ഒരു സമയത്തിനുള്ളിൽ ഏതാനും കാര്യങ്ങൾ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി സത്യം ചെയ്ത് പറയാറുണ്ട്. ചില കാര്യങ്ങൾ സത്യം പറയാറുണ്ട്. വല്ലാഹി എന്ന് നമ്മൾ പറയാറുണ്ട്. എന്തിനാണ് നമ്മൾ സത്യം ചെയ്ത് പറയുന്നത്? എന്തിനാണ്? ഒരു കാര്യം അത് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിന്റെ ഗൗരവം എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മൾ ഏതൊരു കാര്യവും അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുമ്പോൾ നമ്മൾ പറയാറ്. നമ്മൾ വെറുതെ സത്യം ചെയ്യാൻ പാടില്ല. വെറുതെ അള്ളാഹു തന്നെയാണ് സത്യം, അള്ളാഹു തന്നെയാണ് സത്യം വെറുതെ പറയാൻ പാടില്ല. കാരണം അതിൻ്റെതായ ഗൗരവമുണ്ട്. അതാ പ്രവാചകൻ പറഞ്ഞു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങളെ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങൾ അള്ളാഹു സത്യം ചെയ്ത് ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങൾ, എന്നിട്ട് അള്ളാഹു പഠിപ്പിച്ച ഒരു കാര്യം, അത് നമ്മൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണം. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് നമുക്ക് പഠിക്കാൻ മനസ്സിലാക്കാൻ. അള്ളാഹു സത്യം ചെയ്ത് പറയുമ്പോൾ ആലോചിച്ച് നോക്കി എത്രത്തോളം ഗൗരവം ഉണ്ടാവും. നമ്മളൊക്കെ അള്ളാഹുവിനെ തന്നെയാണ് സത്യം എന്നാണ് പറയുന്നത്. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ഏതിനെ വിളിച്ചും സത്യം ചെയ്ത് പറയും. അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ ശിർക്കാം. പക്ഷെ അള്ളാഹു അങ്ങനെയാണ്. നോക്ക്, വശംസി വളുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ വസ്സമാഇ വമാ ബനാഹാ വൽഅർളി വമാ ത്വഹാഹാ
ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها. ഏകദേശം 11ഓളം കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടാണ്. വശം സൂര്യൻ തന്നെയാണ് സത്യം, വദുഹാഹ അതിന്റെ പ്രഭയും തന്നെയാണ് സത്യം, വൽഖമരി ചന്ദ്രൻ തന്നെയാണ് സത്യം, ഇദാ തലാഹ അത് തുടർന്ന് വരുമ്പോൾ, വന്നഹാരി പകൽ തന്നെയാണ് സത്യം, ഇദാ ജല്ലാഹ അത് പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ, വല്ലൈലി ഇദാ യഗ്ശാഹ രാത്രി തന്നെയാണ് സത്യം, വസ്സമാഇ വമാ ബനാഹ ആകാശം തന്നെയാണ് സത്യം, വമാ ബനാഹ അതിനെ പടുത്തുയർത്തിയും സ്ഥാപിച്ചതും തന്നെയാണ് സത്യം, വല്ലർദി വമാ തഹാഹ ഭൂമി തന്നെയാണ് സത്യം, വമാ തഹാഹ അതിനെ വിശാലമാക്കുകയും ചെയ്തതും തന്നെയാണ് സത്യം, വനഫ്സി വമാ സവാഹ മനുഷ്യന്റെ അസ്തിത്വം തന്നെയാണ് സത്യം, വമാ സവാഹ അതിനെ ശരിപ്പെടുത്തിയതും തന്നെയാണ് സത്യം. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അല്ലാഹു പറഞ്ഞെന്നറിയും, ഖദ് അഫ്ലഹ മൻ ദക്കാഹ ആരാണോ പരിശുദ്ധി നേടിയത്, ആരാണോ പരിശുദ്ധി നേടിയത്, തസ്കിയത്ത് നേടിയത്, അവനാണ് എന്ത് ചെയ്യുക, വിജയിക്കുക. ഖദ് അഫ്ലഹ മൻ ദക്കാഹ ആര് പരിശുദ്ധി നേടിയോ ആ പരിശുദ്ധി നേടിയവനാണ് വിജയിക്കുക. അപ്പൊ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താ പറയുക, ഒന്നാമത്തെ കാര്യം എന്താണ്, ആത്മവിശുദ്ധി, സംസ്കരണം, തസ്കിയത്ത് എന്നൊക്കെ നമ്മൾ പറയും. തസ്കിയത്ത് എന്നാണ് അറബി പദം. അതിന്റെ മലയാളമാണ് സംസ്കരണം നേടുക എന്ന് പറഞ്ഞാൽ, ആത്മസംസ്കരണം നേടുക. ഇങ്ങനെയാണ് ആത്മസംസ്കരണം നേടേണ്ടത്. അത് വളരെ പ്രാധാന്യം. അതാണ് വിശുദ്ധ ഖുർആൻ ഇത്രത്തോളം കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞതിന് ശേഷം അല്ലാഹു അടിവരയിട്ട് പറഞ്ഞത്, ആര് പരിശുദ്ധി നേടിയോ അവർ വിജയിച്ചു. നാളെ പരലോകത്തിലുള്ള വിജയത്തെ കുറിച്ചായി പറയും. അല്ലേ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിറഔന്റെ അടുക്കലേക്ക് പോയി. നമുക്ക് ചരിത്രം അറിയാം. ആ ഫിറഔന്റെ അടുക്കലേക്ക് പോയി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇദ്ഹബ് ഇലാ ഫിറഔന ഇന്നഹു തുഗാ. ഈ ഫിറഔന്റെ അടുത്തേക്ക് പോകണം, അവൻ തുഗ അതിക്രമം കാണിച്ചിരിക്കുകയാണ്, പരിധി വിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ ഫിറഔന്റെ അടുത്ത് പറയണം, ഫഖുൽ ഹൽ ലക ഇലാ അൻ തസക്ക, ഫഖുൽ ഹൽ ലക ഇലാ അൻ തസക്ക, നീ പരിശുദ്ധി നേടാൻ തയ്യാറുണ്ടോ എന്നാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാൻ പഠിപ്പിച്ചു. പരിശുദ്ധി നേടാൻ തയ്യാറുണ്ടോ? ആദ്യത്തെ ചോദ്യം നമ്മളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക, പരിശുദ്ധി നേടാൻ തസ്കിയത്തുള്ളവരാകാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഒരിക്കലും സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശി പ്രമുഖന്മാർക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. വലിയ വലിയ നേതാക്കന്മാരാണ്. അവർക്ക് ഇങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കണ്ണു കാണാത്ത അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ചുളിച്ചു. അല്ലേ? കാരണം എന്താ അറിയോ, വലിയ വലിയ ആളുകളോട് സംസാരിക്കുമ്പോൾ നിസാരനായ ഒരാൾ കടന്നു വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് എന്തുണ്ടാവും, അല്ലേ, ഒരു കുറവുണ്ടാവും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ റസൂലല്ലാഹി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടാണ് കടന്നു വന്നത്. തല ഒന്ന് തിരിച്ചു ചുളിച്ചപ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത മറുപടിയാണ് അബസ വതവല്ല, മുഖം ചുളിച്ചു, തിരിഞ്ഞു കളഞ്ഞു. ശരിയായില്ല പ്രവാചകരെ, അല്ലേ, ശരിയായില്ല. എന്താ കാരണം? അൻ ജാഅഹുൽ അഅ്മാ, അന്ധനായ ഒരാൾ, ഒരു വ്യക്തി കടന്നു വന്നത് കൊണ്ടാണ് താങ്കൾ മുഖം ചുളിച്ച് മുഖം തിരിച്ചു കളഞ്ഞത്. നിനക്കെന്തറിയാം? വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക, അവൻ ഒരുപക്ഷേ പരിശുദ്ധി പ്രാപിച്ചേക്കുമല്ലോ, തസ്കിയത്ത് നേടിയേക്കുമല്ലോ. ആര് വന്ന ആള്, ആരെയാണ് നീ സംസ്കരിക്കാൻ വേണ്ടി നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്? ആർക്കാണ്, ആരെ തസ്കിയത്ത് കൊടുക്കുക, ആർക്കാണ് നീ തസ്കിയത്ത് ഉണ്ടാക്കി കൊടുക്കുന്നത്? ഖുറൈശി പ്രമുഖന്മാർക്കാണല്ലോ. എങ്കിൽ ഈ വന്ന ആളുകൾ, വന്ന ആൾ ഒരു പക്ഷേ തസ്കിയത്ത് നേടാമല്ലോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക. ഞാൻ പറഞ്ഞു വന്നത് അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയക്കാൻ, ഈ സമുദായത്തിലേക്ക് പറഞ്ഞയക്കാൻ പ്രാർത്ഥിച്ചപ്പോൾ റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കിഹിം. അല്ലേ? അതാ പറഞ്ഞത്. അല്ലാഹുവേ, ഒരു റസൂലിനെ, ഒരു ദൂതനെ അവരുടെ സമുദായത്തിൽ നിന്ന് നീ അയക്കണം, പറഞ്ഞയക്കണം. എന്തിനു വേണ്ടിയിട്ട്? യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് ആയത്തുകൾ ഓതിക്കേൽപ്പിച്ചു കൊടുക്കുകയും തത്വജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കുകയും വയുസക്കീഹിം, അങ്ങനെ അവരെ സംസ്കരിച്ചെടുക്കുകയും ചെയ്യുന്ന പ്രവാചകനെ. അപ്പോൾ ഓരോ സമുദായത്തിലേക്ക് വന്ന പ്രവാചകന്മാർ സമൂഹത്തെ പരിശുദ്ധി നേടിയെടുക്കാൻ പഠിപ്പിച്ചവരാണ്. അല്ലേ? സൂറത്ത് ജുമഅയുടെ തുടക്കത്തിലെ വല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തെ കുറിച്ച് പറഞ്ഞതാണ്. അക്ഷരജ്ഞാനമില്ലാത്ത ഒരു പ്രവാചകൻ നിങ്ങളിൽ നിന്ന് തന്നെ വന്നു, നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പഠിപ്പിച്ചു തരികയും വയുസക്കീഹിം, അങ്ങനെ നിങ്ങളെ പരിശുദ്ധി പ്രാപിക്കുവാനും തസ്കിയത്ത് നേടിയെടുക്കുവാനും വേണ്ടി എന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മളെല്ലാം തസ്കിയത്തുള്ളവരാവണം, തസ്കിയത്ത് നേടുന്നവരാവണം എന്ന് മനസ്സിലാക്കിയല്ലോ. ശരി, ഏതൊക്കെ കാര്യത്തിലാണ് നമ്മൾ തസ്കിയത്ത് നേടേണ്ടത്? രണ്ടാമത്തെ കാര്യം, ഏതൊക്കെ വിഷയത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തസ്കിയത്ത് നേടേണ്ടത്, സംസ്കരണം ഉണ്ടാവേണ്ടത്. ഈ ആയത്തുകളൊക്കെ എടുത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ്. ഒന്ന് വിശ്വാസകാര്യത്തിൽ, ഒന്ന് വിശ്വാസകാര്യത്തിൽ, രണ്ട് കർമാനുഷ്ഠാനങ്ങൾ, മൂന്ന് സ്വഭാവങ്ങൾ. ഈ മൂന്ന് മേഖലകളിലും നമ്മൾ എന്ത് ചെയ്യണം? ശുദ്ധി ഉണ്ടാവണം. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായിട്ട് ഈ മൂന്ന് മേഖലകളിലും നമ്മൾ ശുദ്ധരാവണം. എങ്കിൽ മാത്രമേ നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. നമ്മളൊക്കെ സ്വർഗം ആഗ്രഹിക്കുന്നവരല്ലേ? അല്ലേ? നമ്മളൊക്കെ സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, കഷ്ടപ്പെടുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ കാര്യമാണ് പറഞ്ഞത്, ഈ ഒരു പരിശുദ്ധി നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ പരലോകത്ത് സ്വർഗം നൽകും. അവരാണ് നമുക്ക് വിജയിച്ച ആളുകൾ. അല്ലേ? അവിടെ പരലോകത്തെ തസ്കിയത്ത് നേടിയ ആളുകളാണ് വിജയിക്കുന്നവർ എന്ന് വിശുദ്ധ ഖുർആനിൽ പല ഭാഗങ്ങളിൽ അല്ലാഹു എടുത്തെടുത്ത് പറയുന്നതായി നമുക്ക് കാണാം. ശരി, വിശ്വാസ മേഖലകളിൽ എങ്ങനെയാണ് തസ്കിയത്ത് നേടേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. എങ്ങനെയാണ്? ഇതൊക്കെ ഓരോന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കുത്തിവെക്കണം. ഒരിക്കലും നമ്മൾ മറന്നു പോകാൻ പാടില്ല. എങ്ങനെയാണ് വിശ്വാസ രംഗത്ത് പരിശുദ്ധി നേടേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ ഖത്തുൻ ഇല്ലാ ഫതിഹത ലഹു അബ്വാബസ് സമാഇ ഹത്താ തുതി ഇലൽ അർശ്. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയാണ്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു ഇങ്ങനെ മുഖ്ലിസൻ ഖത്തുൻ, ആത്മാർത്ഥമായി കൊണ്ട്, നിഷ്കളങ്കമായി കൊണ്ട്, അല്ലേ? അങ്ങനെ ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞെങ്കിൽ ഇല്ലാ ഫതിഹത ലഹു അബ്വാബസ് സമാഇ ഹത്താ തുതി ഇലൽ അർശ്, 7 ആകാശങ്ങളും തുറന്ന് അല്ലാഹുവിന്റെ അർശിലേക്ക് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്തിച്ചേരുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നില്ലേ? മക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര പ്രാവശ്യം നമ്മൾ പറയുന്നുണ്ട്? പള്ളിയൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതി വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒക്കെ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മുഖ്ലിസൻ ഖത്തുൻ എന്ന് പറഞ്ഞത് എന്താ? മുഖ്ലിസൻ ഖത്തുൻ എന്ന് പറഞ്ഞാൽ മനസ്സിൽ തട്ടി പറയുന്ന ആൾ. എപ്പോഴെങ്കിലും മനസ്സിൽ തട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ആ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ആകാശത്തിന്റെ മുകളിലേക്ക് 7 ആകാശവും കഴിഞ്ഞ് അർശിലേക്ക് എത്തുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെങ്കിൽ നമ്മൾ എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവിലേക്ക് എത്തി എന്ന് നമ്മൾ പരിശോധിക്കണം. നിങ്ങൾ നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര ആൾക്കാർ പറയുന്നുണ്ട്? ഇപ്പോ കുട്ടിയെ തൊട്ടിലാട്ടുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്. എത്ര ആൾക്കാർ പാട്ട് പാടുന്ന ആൾക്കാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്.
സ്വലാത്തിൽ ചെന്ന പോലെ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ പാടുന്നുണ്ട്. താരാട്ട് പാട്ട് പോലെ ലാ ഇലാഹ കൊണ്ട് പാടുന്നുണ്ട്. അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ധ്യാനത്തിന്റെ ദർഗയുടെ മുകളിൽ നിന്ന് ചെയ്തിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകാശത്തിലേക്ക് അർശിലേക്ക് എത്തുമോ ഇല്ലയോ നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, നാളെ പരലോകത്ത് ശഫാഅത്ത് ലഭിക്കുന്നത് ആർക്കാണ് പ്രവാചകരെ എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ ഖൽബിന, ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണമെന്ന് പറഞ്ഞാൽ ആ മനസ്സിൽ അല്ലാഹു അല്ലാതെ ഒരു സൃഷ്ടാവും അല്ലെങ്കിൽ ഒരു സൃഷ്ടിയും ഉണ്ടാവാം, ഒരു മഖ്ലൂഖ് ഉണ്ടാവാൻ പാടില്ല. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം, സഹായ ചോദ്യം അല്ലാഹുവിനോട് മാത്രം, നേർച്ച വഴിപാടുകൾ അല്ലാഹുവിനോട് മാത്രം, സത്യം ചെയ്യൽ അല്ലാഹുവിനോട് മാത്രം. അല്ലേ? ഇങ്ങനെ ആരാധനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ അല്ലാഹുവിന് മാത്രം സമർപ്പിക്കുന്നവരാരോ അവരാണ് ആത്മാർത്ഥമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്. ഇതൊരു ഭാഗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും, അത് കഴിഞ്ഞ എന്ത് ചെയ്യും? അല്ലാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിക്കും. ഇവിടെ നമസ്കാരത്തിൽ അല്ലാഹു വജ്ഹത്തു വജ്ഹി ലിറബ്ബിൽ സമാവാതി വൽ അർളി ഫമുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസ്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അഫ്ളൽ മുസ്ലിമീൻ എന്നൊക്കെ വജ്ഹത്തു ഓതിയിട്ട് അപ്പുറത്ത് പോയി കണക്കോമ്പടിലേക്ക് പോയ ഉദാഹരണമാണ്. അവിടെ പോയി അപ്പുറത്ത് പോയിട്ട് ആ കണക്കോട് ഞങ്ങൾ പോയി വിളിച്ചു പ്രാർത്ഥിക്കും. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കയറി പോകില്ല. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് നമ്മുടെ മനസ്സിൽ അതേ പാടുള്ളൂ, അതെല്ലാത്തിനും പാടില്ല. അതാണ് സംസ്കരണം ഉണ്ടാവുക, തസ്ബീഹത്ത് നേടുക എന്ന് പറഞ്ഞല്ലോ. അല്ലാത്ത എല്ലാ മഖ്ലൂഖുകളെയും മനസ്സിന്റെ ഉള്ളിൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മൾ പിഴുതെറിയണം. ആ മാലിന്യങ്ങളെല്ലാം പിഴുതെറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ മാത്രം നമ്മളുടെ ഹൃദയത്തിൽ നാം സന്നിവേശിപ്പിക്കുമ്പോൾ അവിടെയാണ് വിശ്വാസത്തിൽ തസ്ബീഹത്ത് നേടുക എന്ന് പറഞ്ഞാൽ. ഏതുപോലെ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഒരു ഉപമ, ഒരു ഉദാഹരണം പറഞ്ഞു. നിങ്ങളുടെ കന്നുകാലികൾ നിങ്ങൾക്കൊരു ഗുണപാഠം തന്നു. നിങ്ങളുടെ കന്നുകാലികൾ കന്നുകാലികൾ നിങ്ങൾക്ക് ഗുണപാഠം. എന്താ ഗുണപാഠം? അതായത് അവരുടെ ആ കന്നുകാലികളുടെ ഉദരങ്ങളിൽ നിന്ന് വരുന്ന വരുന്നതിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? കുടിക്കുന്നു. എവിടെ നിന്നാണ് അത് വരുന്നത്? അതായത് രക്തത്തിന്റെയും ചാണകത്തിന്റെയും ഇടയിൽ നിന്ന് വരുന്ന നിഷ്കളങ്കമായ ശുദ്ധമായ പാൽ. എവിടെന്നാ വരുന്നത്? ഒരേ വയറ്റിൽ നിന്നാണ് വരുന്നത്. ചാണകവും രക്തവും ഉണ്ട്. അവിടെ നിന്ന് തന്നെ എന്ത് വരുന്നുണ്ട്? ശുദ്ധമായ പാലും വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വേർതിരിക്കുകയാണ്. ആ ശുദ്ധമായ പാൽ അതിനിടയിൽ നിന്ന്, അഥവാ രക്തത്തിന്റെ നിറമോ മണമോ രുചിയോ ഇല്ലാത്ത, ചാണകത്തിന്റെ നിറമോ മണമോ രുചിയോ ഇല്ലാത്ത ലബനൻ ഖാലിസൻ, ശുദ്ധമായ പാൽ. ആ പാലല്ലേ നിങ്ങൾ കുടിക്കുന്നത്? അതായിരിക്കണം അല്ലേ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ, നിഷ്കളങ്കമായി കൊണ്ട് ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് അവർക്കാണ് തസ്ഖിയത്ത് നേടിയ വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു. അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? അല്ലാത്ത ഒരാൾ പാടില്ല. നിങ്ങൾ നോക്കി കാലഘട്ടത്തൊക്കെ CM-നൊക്കെ നമ്മൾ പലപ്പോഴും CM എന്ന് പറഞ്ഞാൽ പിന്നെന്താണ്? മിനിസ്റ്റർ അല്ല, ആരാണ്? CM മണവൂര് കേട്ടിട്ടില്ലേ? ഇപ്പോ ഫേസ്ബുക്ക് തുറന്നാലും വാട്സാപ്പ് തുറന്നാലും ഒക്കെ നമുക്ക് കാണാനും കേൾക്കാനും കഴിയുന്നത് എന്താ? ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് അല്ലെ അള്ളാഹു അല്ല, CM ആണ്, മടവൂരാണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ പാട്ടുപാടി നടക്കുന്ന കാലഘട്ടമാണ്. ആലോചിച്ച് നോക്കൂ, എവിടെയാണ് തസ്ബീഹത്ത് നഷ്ടപ്പെട്ടു പോയത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പറഞ്ഞു വന്നത്, വിശ്വാസത്തിൽ നാം ഓരോരുത്തരും അല്ലെ രക്ഷപ്പെട്ടവരാണോ അല്ലയോ നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ സ്വർഗ്ഗത്തിന് ഒരു താക്കോലുണ്ട് എന്ന് പറഞ്ഞു. മിഫ്താഹുൽ ജന്ന അല്ലെ, സ്വർഗ്ഗത്തിനൊരു താക്കോലുണ്ട്. അപ്പൊ സഹാബികൾ ചോദിച്ചു, അല്ലേ പ്രവാചകരെ, സ്വർഗ്ഗത്തിന് താക്കോൽ എന്താണ്? ആ താക്കോൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈസ ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഫ്താഹുൽ ജന്ന.
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് സ്വർഗത്തിന്റെ താക്കോൽ. അതാണ് സ്വർഗത്തിന്റെ താക്കോൽ. അതെങ്ങനെ സ്വർഗത്തിന്റെ താക്കോലാകുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന താക്കോലുമായി കൊണ്ട് നാളെ പരലോകത്ത് വന്നാൽ അവന് സ്വർഗം തുറന്നു ചെയ്യാം, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. അതല്ലാത്തവർക്ക് കഴിയില്ല. ഈ പള്ളി പൂട്ടി താക്കോൽ പോയി. നിങ്ങൾ ഏത് താക്കോല് കൊണ്ടുവന്ന് ആ പൂട്ട് തുറക്കാൻ ശ്രമിച്ചാലും ആ പൂട്ട് തുറക്കാൻ പറ്റൂല. ആ പൂട്ടിനൊത്ത താക്കോല് തന്നെ വേണമെന്ന് പറഞ്ഞു. ഏത് താക്കോൽ ഇട്ടാലും ഒരു പൂട്ട് തുറക്കാൻ പറ്റില്ല. അതേ പൂട്ട് അതേപോലെയുള്ള എല്ലാ നിലക്കും ഒരു ആദ്യ ഷേപ്പും അതിന്റെ മോഡലും അതിന്റെ ആ അവസാനത്തിലെ വീലും ഒക്കെ കറക്റ്റ് ആകുമ്പോൾ മാത്രമാണ് ആ പൂട്ട് നിങ്ങൾക്ക് തുറക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ സ്വർഗത്തിനൊരു താക്കോൽ ഉണ്ടെങ്കിൽ ആ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കറകളഞ്ഞ നിഷ്കളങ്കമായ ഖാലിസായ അങ്ങനെയുള്ള താക്കോലുമായി കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുമായി കൊണ്ട് നാളെ പരലോകത്ത് പോയാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ കൊണ്ട് പോയാൽ സ്വർഗം തുറക്കാൻ പറ്റൂല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് താക്കോലുകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാണാനൊക്കെ നല്ല ചന്തം ഉണ്ടാവും, അല്ലേ? നല്ല ആകർഷണീയുണ്ട്, അത്ഭുതപ്പെട്ടു പോകും. അതും ഒരേപോലെ തന്നെയാണൊക്കെ തോന്നും. പക്ഷെ അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് കറകളഞ്ഞ നിഷ്കളങ്കമായ മനസ്സിൽ തട്ടി ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസഘട്ടങ്ങളിലും അല്ലാഹു അല്ലാതെ ഒരാളെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ പാടില്ല, ചിന്തിക്കാൻ പോലും പാടില്ല. എല്ലാ ആരാധനകളും സഹായ ഘട്ടങ്ങളും അല്ലാഹുവിനെ മാത്രം അർപ്പിച്ച് ജീവിക്കുന്നവരാകും. അവരാണ് വിശ്വാസത്തിൽ തസ്ബീഹത്ത് നേടിയവൻ എന്നാണ് ഇസ്ലാം കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു തന്നത്. അവിടെ നമ്മൾ ക്ലിയർ ആകണം. ഇല്ല എങ്കിൽ നമ്മൾ എത്ര കർമ്മങ്ങൾ ചെയ്താൽ അത് മനസ്സിലാക്കണം. നമ്മൾ എത്ര കർമ്മങ്ങൾ ചെയ്താലും നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു, നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, സദഖ കൊടുക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു, എണ്ണിയാൽ ഒരുപാട് കർമ്മങ്ങൾ. എത്ര കർമ്മങ്ങൾ ചെയ്താലും നാളെ പരലോകത്ത് വലഖദൂഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത വലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. വലഖദൂഹിയ ഇലൈക മുഹമ്മദ് നബിയെ താങ്കൾക്ക് ഞാൻ ഇതാ ബോധനം നൽകുകയാണ്. വഇലല്ലദീന മിൻ ഖബ്ലിക താങ്കൾക്ക് മുമ്പുള്ളവർക്ക് നാം വഹി നൽകിയിട്ടുണ്ട്. ലഇൻ അശ്റക്ത നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക നിന്റെ എല്ലാ അമലുകളും പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും. പാത്തിലാക്കി കളയും അല്ലാഹു. മാത്രമല്ല നീ നഷ്ടക്കാരിൽ പെട്ടുപോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കിയത് വിശ്വാസ രംഗത്ത് നമ്മൾ ഉണ്ടാവണം, തസ്ബീഹത്ത് നേടുന്നവരാവണം. അവിടെ ഒരിക്കലും മാലിന്യങ്ങളായ ശിർക്കൻ വിശ്വാസങ്ങൾ നമ്മൾ കടന്നു വരാൻ പാടില്ല. വളരെ സൂക്ഷിക്കണം. ശിർക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആ ശിർക്കൻ വിശ്വാസങ്ങൾ നമ്മൾ മരണം വരെ ഇപ്പോഴാണ് ശിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നറിയില്ല. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഈ കൂരിട്ടുള്ള രാത്രി ഉണ്ടല്ലോ, കൂരിട്ടുള്ള രാത്രി കറുത്ത പാറ, ആ കറുകറുത്ത പാറക്കടിയിലൂടെ കറുത്ത ഉറുമ്പ് സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം. പറ്റുമോ? പറ്റൂല. എന്നാൽ അതിനേക്കാളും ഗൗരവമായിട്ട് അതിനേക്കാളും വേഗതയിലാണ് നിങ്ങളുടെ വിശ്വാസത്തിൽ എന്ത് വരിക? ശിർക്ക് വരിക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോട് പറയുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? 40 ദിവസമാണല്ലോ എവിടേക്ക് പോയത്? എവിടെ പോയത്? തൗറാത്ത് വാങ്ങാൻ പോയത്. 40 ദിവസം കൊണ്ട്, 40 ദിവസം ആയിട്ടില്ല, 40 ദിവസം മാറി നിന്നു. സ്വന്തം സമൂഹത്തിൽ നിന്ന് മാറി നിന്നു. ആരാ സമൂഹം? ഏത് സമൂഹത്തിൽ നിന്നാണ് മാറുന്നത്? അള്ളാഹുവിന്റെ എല്ലാ ദൃഷ്ടാന്തങ്ങളും കണ്ണുകൊണ്ട് കണ്ട് ചെങ്കടൽ രണ്ടായി മാറി, മന്നയും സെൽവയും ആകാശത്ത് നിന്ന് ഇറക്കി കൊടുത്തു. ചൂടത്ത് നല്ല ചുട്ടുകൊള്ളുന്നവിടെ മേഘം തണലായി നിന്ന് 12 ഉറവകൾ കൺമുന്നിൽ പൊട്ടി ഇങ്ങനെ ഒഴുകുകയാണ്. ഈ നിലയ്ക്ക് എല്ലാ
അനുഗ്രഹങ്ങളും നേർക്ക് 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 കണ്ട് ആസ്വദിച്ച് അനുഭവിച്ച ആ ഒരു വിശ്വാസികളെ ഹാറൂൻ നബിയെ ഏൽപ്പിച്ചു. നബിയുണ്ട്, പ്രവാചകനുമുണ്ട്. ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഏൽപ്പിച്ച് മൂസാ നബി പറഞ്ഞു, ഹാറൂനെ ഇവരെ നോക്കണം, ഇവരെ തസ്കിയത്തുള്ളവരായി നീ ശ്രദ്ധിക്കണം, സംസ്കരണമുള്ളവരായി നീ നോക്കണം. ഒരിക്കലും അവരിൽ വീഴ്ച വരാൻ പാടില്ല, വിശ്വാസ രംഗത്ത് അവർക്ക് അപാകതകൾ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ഹാറൂൻ നബിയെ ഏൽപ്പിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാന്റെ അടുത്ത് പോയത്. മൂസാ നബി അള്ളാന്റെ അടുത്തെത്തിയപ്പോൾ അള്ളാഹു എന്താ മൂസ ധൃതിയിൽ വിശദീകരിക്കുന്നുണ്ട്. എന്താ മൂസ അവിടേക്കാ ധൃതിയിൽ വരുന്നത്? അല്ലാഹു തൃപ്തി നേടാൻ വേണ്ടി ഭയം വന്നതാണ്. എന്നാൽ നീ വന്നതിന്റെ ശേഷം നിന്റെ ജനതയുടെ അവസ്ഥ നിനക്ക് എന്താ അറിയോ? പോയവര് തിരിച്ചു വന്നപ്പോ ഒരു പശുക്കുട്ടി ഉണ്ടാക്കി അതിന്റെ മുകളിൽ ഭജന ജീവിക്കുന്ന സംഭവം. ഇതാണ് സമൂഹത്തിന്റെ അവസ്ഥ. ശിർക്കിലേക്ക് നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞാൽ അല്ലെങ്കിൽ നിസ്സാരമായ കാര്യത്തിന്റെ പേരിൽ എന്തെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ പറയുന്നത് കേട്ട് അതിന്റെ പിന്നാലെ പോകും. സാമിരി അതാ പറഞ്ഞത്, മൂസാക്ക് തെറ്റിപ്പോയി, മണ്ടനാണ്, ഇതാ അവന്റെ ദൈവം, അവൻ ദൈവത്തെ അന്വേഷിച്ച് പോയിരിക്കുകയാണ്, ഇതാണ് ദൈവം എന്ന് പറഞ്ഞപ്പോൾ ആളുകളൊക്കെ അതിന് മുന്നിൽ വരേണ്ടിരിക്കാൻ പറയും. അപ്പൊ ആളുകൾ അതാണ് പിന്നീട് പോകുന്നത്. അള്ളയൊന്നുമല്ല ലോകത്തെ സൃഷ്ടിക്കുന്നതും സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്നതും ചെയ്യാമാണെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ പിന്നാലെ ആളുകൾ എക്കാലഘട്ടത്തും ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ സമുദായത്തിൽ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇബ്ലീസ് നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസ രംഗത്ത് ഏതൊക്കെ രൂപത്തിലാണ് നമ്മുടെ ശിർക്ക് നമ്മളിലേക്ക് കടന്നു വരിക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് പ്രവാചകൻ മരിക്കുന്ന സമയത്ത് പോലും വഫാത്താകുന്ന സമയത്ത് പോലും ജൂത ക്രൈസ്തവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കട്ടെ, അവർക്ക് അല്ലാഹുവിന്റെ ശാപം ഉണ്ടാവട്ടെ. അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകൾ, അവർ മഹാന്മാരുടെ ഖബറുകൾ അവരുടെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. അതുകൊണ്ട് യഹൂദികളെയും നസാറാക്കളെയും അല്ലാഹു ശപിക്കട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ വസിയത്ത അതുപോലും എന്ന് കേൾക്കാൻ ആളുകൾ പ്രയാസം അല്ലേ? അതുകൊണ്ടാണ് സഹോദരന്മാരെല്ലാം പറഞ്ഞത്, ചെറുക്കൻ വിശ്വാസങ്ങളിൽ നിന്ന് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. ഇങ്ങനെ നമുക്ക് വരികയാണെങ്കിൽ നമ്മളൊക്കെ മുജാഹിദുകളാണ്. നമ്മളൊക്കെ പണ്ട് മുജാഹിദുകൾ ഉറച്ച മുജാഹിദുകളാണ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഉറച്ച മുജാഹിദുകളെ തന്നെയാണ് ആര് വഴിപഠിപ്പിക്കുക? വിശാല് ബാക്കി തന്നെ വഴിപഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ജാഗ്രത പോകണം, ദർഗയിൽ പോകണം, പിന്നെ എന്താണ്, പിന്നെ നേർച്ചയ്ക്ക് പോകണം, ഉറൂസിന് പോകണം, എല്ലാവരും പോകണം. പിന്നെ അവര് പിന്നാലെ പോയിട്ട് കാര്യമില്ല, അവര് പോയി. പിന്നെ ആരെയാ പഠിപ്പിക്കേണ്ടത്? ഒറിജിനൽ തൗഹീദും നല്ല പിന്നെ സുന്നത്തും ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന ആളുകളെയാണ് പിശാച് പഠിക്കുന്നത്. അയ്യ നമ്മളൊന്നും പഠിക്കൂല എന്ന് പറയുന്നത്. പിന്നെ ഒരാളെ പഠിപ്പിക്കാൻ കഴിയില്ല. ആരെയാണ്? പിശാചിന് ഒരാളെ പഠിപ്പിക്കാൻ കഴിയില്ല. അത് പിശാച് അള്ളാഹുവോട് പറഞ്ഞതാണ്. അല്ലാഹുവേ, നിന്റെ അടിമകളെ മുഴുവനും ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞു. മിൻ ബൈന ഐദീഹിം വമിൻ ഖൽഫിഹിം വമിൻ അയ്മാനിഹിം വഅൻ ശമാഇലിഹിം. അവരുടെ മുമ്പിലൂടെയും പിന്നിലൂടെയും വലത് ഭാഗത്തുകൂടെയും ഇടത് ഭാഗത്തുകൂടെയും ഒക്കെ ഞാൻ പോയി അവരെ പഠിപ്പിക്കും. നിഷ്കളങ്കരായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആത്മാർത്ഥമായി കൊണ്ട് പറയുന്നവരാരോ അവരെ പഠിപ്പിക്കാനാവില്ല. മുഖലിസാനായിട്ടുള്ള ആളുകളെ എനിക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. കാരണം അവരുടെ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൽ കുത്തിവെച്ചതാണ്. അവരെ പഠിപ്പിക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. അതാ പറഞ്ഞത്. ആരെങ്കിലും ഇപ്പോൾ സന്താനമില്ല, കുട്ടികളില്ല, അല്ലെങ്കിൽ രോഗം കഷ്ടപ്പാടാണെന്നൊക്കെ പറയുമ്പോൾ ഒരു മുജാഹിദിന്റെ അടുത്ത് ഉറച്ച ഒരു തൗഹീദുള്ള ഒരാളുടെ വന്നിട്ട് ഒരു കാര്യം ചെയ്യുന്ന ഇന്ന ജാതിക്കോ അല്ലെങ്കിൽ ഇന്ന കങ്ങണക്കാണ് ഇന്ന ബീഡിയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് കാട്ടിവിടും അല്ലേ? തങ്ങളും ബിജിലിയും ജാറവും അല്ലെങ്കിൽ ഇന്നത് കിട്ടുന്ന പറഞ്ഞാൽ നമ്മൾ ആട്ടിവിടും. അത് ഉറച്ച തൗഹീദുള്ള ആളുകളാണ്. അതല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും? ശരിയെന്ന് പോയി നോക്കിയാലോ? അതാ പറഞ്ഞത്, ദുർബലത വരിക. അവിടെയാണ് വിളിച്ചിരുന്നത്. അതാണ് മലപ്പുറത്ത് അബൂബക്കർ ഹാജി എന്ന് പറഞ്ഞു കേട്ടുണ്ടോ? അബൂബക്കർ ഹാജി കുഞ്ഞുങ്ങളില്ലാതെ എല്ലാ ജാറകളിലും പോയി, കുട്ടി ഉണ്ടാവാറുണ്ട്. അവസാനം ഒരു ഹൈന്ദവ സഹോദരൻ പറഞ്ഞു, എല്ലാ ജാറങ്ങളും കുട്ടി ഉണ്ടായില്ലല്ലോ, ഒരു കാര്യം ചെയ്യും, ഗുരുവായൂർ പോയി തുലാഭാരം നടത്തണം. അബൂബക്കർ ഹാജി എന്നറിയില്ല, ഹാജി ഹജ്ജ് ചെയ്തിട്ട് ഗുരുവായൂരിൽ പോയി തുലാഭാരം നടത്താൻ പറഞ്ഞപ്പോൾ ഗുരുവായൂർ പോയി തുലാഭാരം നടത്തി, കുട്ടി കിട്ടി. എന്തായിരുന്നു വിശ്വാസം? കുട്ടിനെ കിട്ടിയപ്പോൾ അയാളുടെ വിശ്വാസം അള്ളയാണ് കുട്ടിയെ കൊടുക്കുന്നതും കുട്ടിയെ കൊടുക്കാതിരിക്കുന്നതും. ചില പരീക്ഷണങ്ങൾക്ക് വേണ്ടി അള്ളാഹു വിളിച്ചു ചിലപ്പോൾ കൊടുക്കും. ആ അബൂബക്കർ ഹാജിയുടെ വിശ്വാസം എന്തായി? ഗുരുവായൂർ പോയപ്പോൾ കുട്ടിയെ കിട്ടി. എല്ലാവരുടെയും പരന്നു.
പറഞ്ഞു വന്നത്. കാരണം നമ്മുടെ വിശ്വാസത്തിൽ ദുർബലത വന്നാൽ അവിടെ പിഴപ്പിക്കാൻ പിശാച് വരും. ഇല്ല എങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ ആ ഒരു സൗകര്യം നമ്മൾ ഏറ്റെടുക്കും. ഉമർ റളിയല്ലാഹു അൻഹു ഒരുപാട് കൂടെ വന്ന പിശാച് ധാരാളം കൂടെ പോകുന്നവർ. പിശാച് പറയും ചിരിക്കും, ഉമറെ നിന്നെ പിശാച് നിന്ന് വളരെ പേടിയാണെന്ന് പറയും. അല്ലെ, ഉമറിനെ പേടിയാണ്. കാരണം എന്താ പറയുക, ഉമർ നടന്നതിനുള്ള പിശാച് വേറെ വഴി പോകുന്നവർ. അത്രയും സ്ട്രോങ് ആയിരുന്നു തൗഹീദിന്റെ അടിമ. അത് സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വന്നത്, ഒരിക്കലും തൗഹീദിൽ ശിർക്ക് വരാൻ പാടില്ല. വിശ്വാസ രംഗത്ത് തസ്ബീഹത്ത് ഉള്ളവരാവണം നമ്മൾ. ആ നിലക്ക് മരിച്ചു പോയെങ്കിൽ മാത്രമാണ് നാളെ പരലോകത്തുള്ളൂ രക്ഷയുള്ളൂ. ഇല്ല എങ്കിൽ നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്താലും നാളെ പരലോകത്ത് അല്ലാഹു അത് തകർത്ത് തരിപ്പണമാക്കി കളയുമെന്ന വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം നമ്മൾ വളരെയേറെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക. ഒന്ന്. രണ്ടാമതായി, കർമാനുഷ്ഠാനങ്ങളിൽ തസ്ബീഹത്ത് ഉണ്ടാവണം. നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നു, ഒരുപാട് കർമ്മങ്ങൾ. ഇപ്പൊ വിശ്വാസം ചെയ്യുന്നതിന്റെ കർമ്മമാണ്. ആ കർമ്മങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ധാരാളം കർമ്മങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. എന്താ, നമസ്കാരമായിക്കൊള്ളട്ടെ, നോമ്പായിക്കൊള്ളട്ടെ, ഖുർആൻ പാഠം, അങ്ങനെ ഒരുപാട് ചെയ്യാറുണ്ട്. നാം ചെയ്യുന്ന കർമ്മങ്ങൾ ആര് പഠിപ്പിച്ചെന്നതാണ്? നമ്മൾ ചിന്തിക്കണം. നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം നമ്മുടെ വഴിയിൽ നിന്നൊരു ഉപദ്രവം നീക്കിയാൽ അനുഭവിയില്ലേ? പ്രതിഫലമില്ലേ? ഇല്ലേ? ഒരു ഉപദ്രവം നീക്കിയ പ്രതിഫലം ഉണ്ടല്ലോ. ഒരു സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ പ്രതിഫലമില്ലേ? അതാര് പഠിപ്പിച്ചതാണ്? അത് ആരുടെ പ്രവർത്തനമാണ്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന പ്രവർത്തനമാണ്. അതാ പറഞ്ഞത്, കർമ്മങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കർമ്മങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. സുന്നത്തായ ചില കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാം? പ്രാവർത്തികമാക്കലാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നമസ്കാരം, നോമ്പ്, ഏത് കാര്യങ്ങളായാലും എന്ത് കാര്യങ്ങളായാലും നമ്മൾ ചോദിക്കും, പ്രവാചകൻ മുഹമ്മദിനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് ചോദിക്കും. അല്ലെ, ഏത് കാര്യം, നമസ്കാരത്തിന്റെ, നോമ്പിന്റെ ആയാലും എന്ത് കാര്യങ്ങളായാലും അതാ പ്രവാചകൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവന്നത് ആ കൊണ്ടുവന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക. എന്താണോ അരുത് എന്ന് പറഞ്ഞത് ആ കാര്യങ്ങൾ മാറ്റിവെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹാദാ ഫഹുവ. ഞാൻ പഠിപ്പിക്കാത്ത ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ, ഒരു അമൽ ചെയ്താൽ ഫഹുറത്തുൻ, അത് തള്ളിക്കളയാൻ അതിൽ യാതൊരു സംശയമാണ്. അപ്പൊ എങ്ങനെയാണ് കർമ്മ മേഖലകളിൽ തസ്ബീഹത്ത് നേടേണ്ടത് എന്ന് പറഞ്ഞാൽ, നാം നിർവഹിക്കുന്ന ഏത് കർമ്മമാണെങ്കിലും ആ കർമ്മങ്ങൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയായിരിക്കണം. അതല്ലാതെ നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സുന്നത്തുകളിൽ എന്ത് വരാൻ പാടില്ല? വിദ്അത്തുകൾ വരാൻ പാടില്ല. ആ വിദ്അത്തുകൾ വന്നാൽ സംസ്കരണ മേഖലയിൽ വീഴ്ച വന്നു, അപാകതകൾ വന്നു. അതാ പറഞ്ഞ അവിടെ കർമ്മ മേഖലകളിലും തസ്ബീഹത്തുള്ളവരാവണം എന്താ പറഞ്ഞത്. കർമ്മ മേഖലകളിൽ ഒരിക്കലും ന്യൂനതകൾ വരരുത്. ഇതിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചതാണ്. അതാ പറഞ്ഞ, ഞാൻ പഠിപ്പിക്കാത്ത ഏത് കർമ്മമായാലും അതോട് തള്ളിക്കളയാം, യാതൊരു പ്രയാസമില്ല, യാതൊരു പേടിയും വേണ്ടാന്ന് പറഞ്ഞു. നോക്ക്, നിങ്ങൾ എത്ര വിശദീകരിച്ചാൽ എത്ര വിദ്അത്തുകളാണ് ആളുകൾ ചെയ്തു കൂട്ടുന്നത്. ഇപ്പൊ നോമ്പിന്റെ കാര്യത്തിൽ എത്താളും ഇല്ലാത്ത നോമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത നോമ്പുണ്ട്. അതൊക്കെ വളരെ ഗൗരവപൂർവ്വം എടുക്കുന്ന ആളുകളുണ്ട്. അല്ലെ, ഇപ്പൊ മിഹ്റാജിന്റെ നോമ്പ് എന്ന് പറഞ്ഞാലും ബറാഅത്ത് നോമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് വല്ലാത്ത ഉത്സാഹവും ആവേശവുമാണ്. വളരെയേറെ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എടുക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ട് ഇല്ല, തിങ്കളും വേഴവും സുന്നത്ത് നോമ്പ് എടുക്കാൻ പറഞ്ഞാൽ ആർക്കും താല്പര്യം. അതാ പറഞ്ഞത്, വിദ്അത്തുകൾ ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ എത്ര വിദ്അത്തുകളാണ് നടക്കുന്നത്, ജനിച്ചു കഴിഞ്ഞാൽ എത്ര വിദ്അത്തുകളാണ് നടക്കുന്നത്. ഇങ്ങനെ എണ്ണിയാൽ ഒരുപാട് കാര്യങ്ങൾ ഒക്കെ പറയുന്നത് എന്താ? നല്ലതാണ്. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താ കുഴപ്പം? അത് ചോദിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താ കുഴപ്പം? മരിച്ച വീട്ടിൽ സുഹൃത്ത് യാസീൻ ഓതി എന്താ കുഴപ്പം? അവിടെ പല വർത്തമാനങ്ങളും പറയുന്നതിനേക്കാൾ നല്ലത് ആള് വന്ന ആ ഖുർആൻ എടുത്ത് യാസീൻ ഓതിയ എന്താ കുഴപ്പം? ഏത് നമ്മൾ തന്നെയാണ്. ഇപ്പോ നമസ്കാര ശേഷം ഒരു 10 സ്വലാത്ത്, ചില പള്ളികളിൽ 3 സ്വലാത്തുണ്ട്, ബാങ്കിൽ 3 സ്വലാത്ത് കേട്ടിട്ടില്ലേ? ബാങ്കിൽ അല്ലാഹു സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്, എന്നിട്ടാണ് അല്ലാഹു അക്ബർ എന്ന് പറയാം. ഇഖാമത്തിന് മുമ്പ് ഒരു സ്വലാത്ത്,
എന്താ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നല്ലതല്ലേ, സ്വലാത്ത് ചെയ്തിട്ട് കുഴപ്പം? അപ്പൊ നമുക്കൊന്നും തർക്കിക്കാൻ പറ്റില്ല. സ്വലാത്ത് ചെല്ലിയപ്പോൾ എന്താ കുഴപ്പം ചോദിച്ചിട്ടും പറയാനുണ്ട്. കാരണം നല്ല നല്ല ഇതാണ് പറയുന്നത്, നല്ലതല്ലേ നല്ലതല്ലേ എന്നാ. എന്താ പറയുക ഖുർആൻ പറഞ്ഞത്? നമ്മളന്ന് സൂറത്ത് കഹ്ഫ് ഓതിയവർക്ക് അല്ലേ, സൂറത്ത് കഹ്ഫ് വെള്ളിയാഴ്ച പാരായണം ചെയ്തതാണ്. എന്താ അള്ളാഹു പറഞ്ഞത് നോക്കുന്നത്? ഖുൽ ഹൽ നുനബ്ബിയുകും ബിൽ അഖ്സരീന അമാല الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا قل هل ننبئكم بالأخسرين أعمالا. നബിയെ പറഞ്ഞു കൊടുക്ക്, കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞു പോയ ആളുകളെ കുറിച്ച് ഞാൻ അറിയിച്ചു തരട്ടെയോ? അല്ലാഹു പറയാ, കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞു പോയ അല്ലേ ആളുകളെ കുറിച്ച് ഞാൻ അറിയിച്ചു തരട്ടെയോ? الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. അവർ ഐഹിക ലോകത്ത് ഒരുപാട് കഷ്ടപ്പെട്ട ആളുകളാണ്, ധാരാളം കഷ്ടപ്പെട്ട ആളുകളാണ്. പക്ഷെ നാളെ പരലോകത്ത് പോയപ്പോ എല്ലാം പൊളിഞ്ഞു പോയി. അവര് വിചാരിച്ച എന്താണെന്നറിയോ? അന്നഹും യുഹ്സിനൂന സുൻആ, ഞങ്ങൾ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്, നല്ല പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. ആരാ പറയുന്നത്? നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമസ്കരിച്ചത്, നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ദിക്ർ ചൊല്ലിയത്, സ്വലാത്ത് ചൊല്ലിയത്, ബദരീങ്ങളുടെ ആണ്ട് കഴിച്ചത്. ജന്മദിനം ആഘോഷിക്കുന്നതൊക്കെ അതിന് വേണ്ടിയിട്ടാ. എന്താ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിച്ചത്? എന്താ പ്രശ്നം? നല്ലതല്ലേ? പിന്നെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കും. എത്ര ജയന്തികളാണ് കഴിഞ്ഞു പോയത് കഴിഞ്ഞു ഈ ആഗസ്റ്റ് മാസത്തിൽ തന്നെ. അപ്പൊ എന്താ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിച്ചപ്പോ എന്താ പ്രശ്നം എന്ന ചോദ്യം. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അവർ ചെയ്യുമ്പോൾ അവർ വിചാരിക്കുന്നത് ഞാൻ ചെയ്യുന്നത് നല്ലതാണെന്ന്. പക്ഷേ ആ പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്തു? നാളെ പരലോകത്ത് അല്ലാഹു ധൂളിയാക്കി കളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരിക്കെ പിന്നെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യും എന്നതാണ്. വുജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. ചില മുഖങ്ങളൊക്കെ പേടിച്ച് ഭയപ്പാടോട് കൂടി ഇങ്ങനെ നിൽക്കുന്ന സമയമുണ്ട്. ആമിലത്തുൻ നാസിബ ആമിലത്തുൻ നാസിബ, അവർ അധ്വാനിച്ച് ക്ഷീണിച്ച ആളുകളാണ് പറഞ്ഞത്. ഏത് അധ്വാനത്തെ കുറിച്ച്? അധ്വാനിച്ച് ക്ഷീണിച്ച ആളുകൾ നാളെ പരലോകത്ത് വരും. അവരുടെ മുഖങ്ങളൊക്കെ പേടിച്ച് ഭയപ്പെട്ട് താഴേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. അവർ നരകത്തിലാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചെങ്കിൽ ഈ അധ്വാനം ഏത് അധ്വാനം? റോഡ് പണിയെടുക്കുന്നവരുടെ അധ്വാനത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. കോൺക്രീറ്റ് ചെയ്യുന്ന ആളുകളുടെ അധ്വാനം, അല്ലെങ്കിൽ 3 നിലകളുള്ള കെട്ടിടത്തിന്റെ മുകളിൽ പെയിന്റ് അടിക്കുന്ന അവരുടെ അധ്വാനത്തെ കുറിച്ചിട്ടാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? തിരമാലകളെ വേദിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ അധ്വാനത്തെ കുറിച്ചാണോ ഈ പറഞ്ഞത്? അല്ല. നല്ലതാണ് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുകയാണ്. ഒരുപാട് അധ്വാനിച്ചു, നാളെ പരലോകത്ത് പോയാൽ കിട്ടുന്നു പറഞ്ഞു. പക്ഷെ അതൊക്കെ അല്ലാഹു തആല ധൂളിയാക്കി കളയുമെന്ന് പറഞ്ഞെങ്കിൽ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനങ്ങളിൽ ഒതുങ്ങി നിൽക്കുക, അതിന്റെ അപ്പുറത്തേക്ക് പോകരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ. അതാണ് തസ്ദിഖത്ത് നേടുക എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്കറിയാലോ, പിന്നെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ആഘോഷിക്കാൻ വേണ്ടി പള്ളികൾ അലങ്കരിക്കുന്നു, വീടുകൾ അലങ്കരിക്കുന്നു, അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രവാചകനെ സ്നേഹിക്കുക എന്ന കാര്യം പ്രവാചകനോടുള്ള ഹുബ്ബാണ്, മഹബ്ബത്താണ്. ആ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന കാരണം കൊണ്ടാണ് പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്. പ്രവാചകൻ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നത് എന്നെ അനുസരിച്ചിട്ടാണ്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ സമയങ്ങളെ കുറിച്ച് ചരിത്രങ്ങൾ വായിച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കരയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ നിമിഷങ്ങൾ കഴിഞ്ഞു പോകൂലാണ് ചരിത്രം പറയുന്നത്. അത്രത്തോളം പ്രവാചകൻ പ്രയാസപ്പെട്ടു. തന്റെ ഉമ്മത്തിനെ സ്നേഹിച്ചു, തന്റെ ഉമ്മത്തിന് ഒന്നും വരരുത് എന്ന് ആഗ്രഹിച്ചു, തന്റെ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. നാളെ പരലോകത്ത് എല്ലാ പ്രവാചകന്മാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ പ്രവാചകന്മാരോടും നിങ്ങളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഞാൻ അതിന് ഉത്തരം നൽകും. നിങ്ങളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഞാൻ അതിന് ഉത്തരം നൽകും, ഉറപ്പാണ്. അങ്ങനെ എല്ലാ പ്രവാചകന്മാരും അവരുടെ ആഗ്രഹങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഞാൻ പ്രാർത്ഥിച്ചില്ല.
ഞാൻ ആ ഒരു പ്രാർത്ഥന എൻ്റെ ഉമ്മത്തിന് വേണ്ടി നാളെ പരലോകത്തേക്ക് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് എന്ന്. എന്തിനാ മാറ്റി വെച്ചത്? എന്തിനാ മാറ്റി വെച്ച്? എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എത്ര സാഹചര്യങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. എത്ര അല്ലേ പട്ടിണികളെന്നോ ഷഹബാബിയിൽ ഉപരോധിക്കപ്പെട്ട പോറും പച്ചിലയും പച്ചവെള്ളവും കുടിച്ച് വർഷങ്ങളോളം ദിവസങ്ങൾ നീക്കി. വിശപ്പ് സഹിക്ക വയ്യാതെ വയറ്റത്ത് 2 കല്ല് വെച്ചിട്ടാണ് ഖന്തക്ക് യുദ്ധത്തിന് കിടങ്ങു നിർത്തുന്നത്. ശത്രുക്കളിൽ നിന്നുള്ള ഒരുപാട് പീഡനങ്ങളും മർദ്ദനങ്ങളും ഓരോ സ്വഭാവികളെയും കൺമുന്നിൽ ഇരുത്തി ഇഞ്ചിഞ്ചായി കൊള്ളുന്ന രംഗങ്ങൾ കൺമുന്നിലൂടെ കടന്നുപോയി. എത്രയെത്ര പ്രതിസന്ധികൾ വന്നിട്ട് പോലും ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിച്ചു. പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഞാൻ നാളെ പരലോകത്ത് മഹശറയിൽ എന്റെ ഉമ്മത്തിന് ശഫാഅത്തിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം ആ ശഫാഅത്ത് ലഭിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമെങ്കിൽ ആ ശഫാഅത്തിന്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കും. ആ പരലോകത്ത് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമല്ലോ. ആ സമയത്തെ അവസ്ഥ നമ്മൾ കേട്ടും വായിച്ചു മനസ്സിലാക്കിയ ആളുകളാണ്. പക്ഷെ അനുഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് കണ്ടിട്ടില്ല. അതിന്റെ ഭീകരത നാളെ ബർസഖി ജീവിതത്തിലുള്ള രക്ഷകള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. പരലോകത്ത് വരാമാകുന്ന കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. നരകത്തിലെ ശിക്ഷകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ സമൂഹത്തോട് പറഞ്ഞത്, ഞാൻ എന്താണോ നിങ്ങളോട് പറഞ്ഞത് അത് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ, അതല്ലാതെ നിങ്ങൾ ചെയ്യരുത്, അതല്ലാതെ നിങ്ങൾ പ്രവർത്തിക്കരുത്. എന്റെ ഉമ്മത്ത് ഒരിക്കലും നരകത്തിലേക്ക് പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നരകത്തിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യവും പഠിപ്പിക്കാതെ വിട്ടേക്ക് പോയിട്ടില്ല. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യവും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ഇതല്ലാതെ നിങ്ങൾ ഒരിക്കലും ബിദ്അത്തിലേക്ക് പോകരുത്. കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തും, പുത്തൻ ആചാരങ്ങളും പുത്തൻ സമ്പ്രദായങ്ങളും ഒക്കെ വഴികളാണ്. ഈ വഴികേട് പോകുന്നത് നരകത്തിലേക്കാണെന്ന എല്ലാ പ്രസംഗത്തിന്റെ തുടക്കത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിനെ ഉണർത്തുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കലും ബിദ്അത്ത് നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. പ്രവാചകന്റെ അധ്യാപനമാണ്. ആ ഒരു പ്രാർത്ഥന പ്രവാചകൻ മഹശറയിലേക്ക് മാറ്റിവെക്കാൻ കാരണം കോടാനുകോടി ജനങ്ങൾ മഹശറ മൈതാനിൽ ഒരുമിച്ച് കൂടുന്ന രംഗം ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. 15 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സൂര്യന്റെ ചൂട് ഇന്ന് ഏൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഏപ്രിൽ മെയ് മാസമാകുമ്പോൾ ഈ 3 AC നമ്മൾ ഫിറ്റ് ചെയ്തത് അല്ലേ. ഫാനിന്റെ ചുവട്ടില്, വീടുകളിൽ AC, വാഹനങ്ങളിൽ AC. ചൂട് സഹിക്കാൻ വയ്യ. ആ ഉമ്മത്തിന് ഒരിക്കലും ഒരു നഗരത്തിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യന്റെ ചൂടേൽക്കാൻ കഴിയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയാമായിരുന്നു. ആ പ്രവാചകൻ പറയാ, നാളെ പരലോകത്ത് നീണ്ട നിൽപ്പാണ്. എത്ര കാലം എന്നറിയില്ല, നീണ്ട നിൽപ്പാണ്. ആ സമയത്ത് ആളുകൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അടുത്ത് പോവാ. ആദമേ, അങ്ങയാണല്ലോ ഒന്നാമത്തെ നബി, ആദിമ മനുഷ്യൻ. അള്ളാഹുവിന്റെ തൃക്കൈ കൊണ്ട് നിങ്ങൾക്ക് അങ്ങയെയാണല്ലോ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഇതേ നിൽപ്പ് നിൽക്കാൻ തുടങ്ങിയിട്ട് യുഗങ്ങളായി. അല്ലാഹുവിനോട് ശഫാഅത്ത് പറഞ്ഞ് ചോദിച്ചു, ഞങ്ങളെ ഈ നിൽപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. ആദം നബിയുടെ അടുത്തേക്ക് പോവാ. ആദം നബി കൈമലർത്തുകയാണ്. അതിനുശേഷം എല്ലാ പ്രവാചകന്മാരെയും സമീപിക്കുകയാണ്. അവസാനം മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി. അങ്ങയോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അങ്ങയാണല്ലോ ഖാതമുൻ നബി, അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ശുഫാഅത്ത് പറയണം, ശഫാഅത്ത് പറയണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഞാൻ പറയാം. കാരണം എന്താ? പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാർത്ഥന. ആ ഒരു പ്രാർത്ഥന ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റി വെച്ചിട്ടുണ്ട്. ആ ദിവസമാണ് ഇന്ന്. ഞാൻ ചോദിക്കാൻ എനിക്കറിയാം ഇങ്ങനെ ഒരു സാഹചര്യം വരും. എല്ലാവരും ഒഴിഞ്ഞു മാറുമ്പോ അള്ളാഹു ഇറങ്ങി വരില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടക്കട്ടെയോ എന്ന് അള്ളാഹുവിനോട് ചോദിക്കുമ്പോ അള്ളാഹു അനുവാദം കൊടുക്കും, സുജൂദിൽ കിടക്കും. അങ്ങനെ നീണ്ട് സുജൂദാണ്. അതും എത്ര കാലം അറിയില്ല എന്നാണ് ഹദീസുകളിൽ. എത്ര കാലം നീണ്ടു പോകുന്ന അറിയില്ല. അപ്പോഴാണ് അള്ളാഹു നബിയോട് പറയുന്നത്, യാ മുഹമ്മദ് ചോദിക്കണ്ട. എപ്പോഴാണ് പറയുന്നത്? ഈ ഉമ്മത്തിനെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റണം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അത്രത്തോളം ഉമ്മത്തിനെ സ്നേഹിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്ക് പോകുന്ന
ജന്മദിനാഘോഷം പഠിപ്പിച്ചു തരണ്ടേ? പഠിപ്പിച്ചു തന്നൂടെ പ്രവാചകൻ? നല്ല കാര്യമാണെങ്കിൽ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന നല്ല കർമ്മങ്ങളാണെങ്കിൽ ആ മൗലൂദും ആ ജാഥയും ആ റാലിയും അല്ലേ, ആ പള്ളി അലങ്കാരവും ഒക്കെ ആളേക്കും ഒക്കെ പഠിപ്പിച്ചു തന്നോളൂ. എന്തുകൊണ്ട് പഠിപ്പിച്ചു തന്നിട്ടില്ല? 23 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി ജീവിച്ചു. ഒരു വർഷമെങ്കിലും എന്നെന്റെ ജന്മദിനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഈത്തപ്പഴമെങ്കിലും ഒരു കാരക്കയുടെ ചീളെങ്കിലും റബീഉൽ അവ്വൽ 12 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഭാര്യമാർ, സ്വഹാബിമാർ, താബിഈങ്ങൾ, തബഅത്താബിഈങ്ങൾ ഒരു തെളിവുമില്ലാത്ത ഒരു കാര്യം പ്രവാചക സ്നേഹം എന്ന പേരിൽ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ അത് പ്രവാചക സ്നേഹമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് പ്രവാചകന്റെ അന്തിമ സമയങ്ങളിൽ നമ്മൾ എത്രത്തോളം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അവസാന സമയത്ത് പ്രവാചകൻ എന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുന്നതിന് തൊട്ട് 2-3 ദിവസം മുമ്പ് പള്ളിയിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തില് വേഴം വെള്ളി ദിവസങ്ങളായി തിങ്കളാഴ്ചയാണല്ലോ മരിക്കുന്നത്. 2-3 ദിവസം മുമ്പ് പ്രവാചകന്റെ ബോധം പോയി പെട്ടെന്ന് എഴുന്നേറ്റപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ജനങ്ങൾ നമസ്കരിച്ചോ? പ്രവാചകൻ ചോദിക്കുന്നു. പിന്നെയും ബോധം വരും, പിന്നെയും ചോദിക്കും, ജനങ്ങൾ നമസ്കരിച്ചോ? പ്രവാചകനെ കാത്തിരിക്കുകയാണ്. പാമ്പ് കൊടുത്ത് പ്രവാചകൻ വരാൻ വേണ്ടി കാത്തിരിക്കുക, പള്ളിയുടെ അപ്പുറത്താണല്ലോ വീട്, വരാൻ വേണ്ടി കാത്തിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാൻ കഴിയാതെ അവസാനം 2 സ്വഹാബിമാരുടെയും തോളിൽ കൈവച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരുന്ന രംഗം പ്രവാചകൻ ചിത്രീകരിച്ചിട്ടുണ്ട്. നബിയുടെ തള്ളലുണ്ടല്ലോ, മണിൽ ഇങ്ങനെ പ്രവാചകൻ വന്നതിന്റെ അടയാളം കാണാമായിരുന്നു. കാരണം കാലുപോലും എടുത്തു വെക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പള്ളിയിൽ വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമ നിർത്തി തൊട്ടു നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. ആ പ്രവാചകന് സ്നേഹമുണ്ടെങ്കിൽ സഹോദരന്മാരെ 5 നേരം കൃത്യമായി നമ്മൾ നമസ്കരിക്കുക. അതാ പ്രവാചകൻ. അങ്ങനെയാ പ്രവാചകൻ സ്നേഹിക്കുന്നത്. ഒരുപാട് കാര്യം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് തിങ്കളാഴ്ച ദിവസം, ആ തിങ്കളാഴ്ച പുലർച്ചെ സ്വഹാബികളൊക്കെ കാത്തു നിൽക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു വരാൻ കഴിയാത്ത സാഹചര്യം, പള്ളിയിലേക്ക് വരാൻ കഴിയുന്നില്ല. ആ സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കർട്ടൻ നീക്കി സ്വഹാബികളെ നോക്കണം. അപ്പോൾ സ്വഹാബികളൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുന്നു. പ്രവാചകൻ ഇപ്പൊ വരും എന്ന് കാത്തു നിൽക്കുന്നുണ്ട് പ്രവാചകൻ. സ്വഹാബികളോട് പ്രവാചകൻ പറയുന്നുണ്ട്, ഇല്ല സ്വഹാബത്തെ, ഞാൻ വരാൻ വേണ്ടി നോക്കിയതല്ല, നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി നോക്കിയതാണ്. നിങ്ങളൊരു രംഗം നിങ്ങളൊന്ന് കാണാൻ വേണ്ടി. കാരണം അത്രയും സ്വഹാബികൾക്ക് ഇഷ്ടമായിരുന്നു പ്രവാചകനെ തിരിച്ചു സ്വഹാബികളെ. തലേ ദിവസം രാത്രി സ്വഹാബികൾ ഉറക്കമില്ലാതെ പ്രവാചകന്റെ വീട്ടിൽ ചുറ്റും പാർക്കും പതുങ്ങി നടക്കുകയാണ്. കാരണം വീട്ടിൽ കിടന്ന് ഉറക്കം വരുന്നില്ല. ലോകം മൂർച്ഛിച്ച് എന്താകും എന്നുള്ള ആ ഒരു പേടിയോടുകൂടി ഇങ്ങനെ പ്രവാചകന്റെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ പ്രവാചകന്റെ വീട്ടിലേക്ക് വരുമ്പോ പിന്നെ പറയുന്നുണ്ടായിരുന്നു ആയിഷ, തൊട്ടപ്പുറത്ത് പോയിട്ട് കുറച്ച് വിളക്ക് മണ്ണെണ്ണ വാങ്ങിട്ട് വരാൻ പറയുന്നത്. കാരണം ഇന്നലെ ഇവിടെ കരണ്ടില്ല, കത്തിക്കാൻ വിളക്കില്ല, മണ്ണെണ്ണല്ല. മിനിഞ്ഞാന്നും മണ്ണെണ്ണല്ല. കാരണം നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ. ഇന്ന് ഇവിടെ സ്വഹാബികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോയിട്ട് പണയത്തിന് വേണ്ടി കുറച്ചൊന്ന് എണ്ണ കൊണ്ടുപോവാ എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുന്നതിന്റെ തലേന്ന് രാത്രി സ്വന്തം ഭാര്യയെ അടുത്ത വീട്ടിൽ പോയി മണ്ണെണ്ണയുടെ കുറച്ച് എണ്ണ കൊണ്ടുവന്ന് കത്തിച്ച് ആ പ്രവാചകന്റെ വീട് അങ്ങനെയായിരുന്നു. ഇന്ന് ആ പ്രവാചകനെ സ്നേഹിക്കുന്ന ആളുകളുടെ പള്ളികൾ ചരിത്രങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ദൈവത്തിനോട് സ്നേഹം എന്ന് പറഞ്ഞാൽ, ഇഷ്ടം എന്ന് പറഞ്ഞാല് അതിങ്ങനെ നാവ് കൊണ്ട് പറയാനുള്ളതല്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ്. ആ പ്രവാചകന്റെ അവസാന സമയത്ത് പോലും ദിവസം ആയിഷ റളിയല്ലാഹു അൻഹ എന്തൊക്കെയാ പറയുന്നത്. അപ്പൊ ഇങ്ങനെ എന്താണെന്ന് പുറത്തേക്ക് അറിയാൻ കഴിയുന്നില്ല. നബിയുടെ പിന്നെ ചുണ്ടിലേക്ക്, വായയിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ ചെവി കൊണ്ടുപോയപ്പോൾ പോലും പ്രവാചകൻ പറയോ, ജൂത ക്രൈസ്തവരെ അല്ലാഹു ശപിക്കട്ടെ,
അവരുടെ പള്ളികൾ ആരാധന കേന്ദ്രങ്ങളാണ്. ആ സമയത്ത് പോലും, അവസാന സമയത്ത് പോലും അതാ പറഞ്ഞത്. ആലോചിച്ച് എത്ര മാറ്റമാണ് ഇന്ന് മുസ്ലിം ഉണ്ടായത്. നബി ഏതൊരു കാര്യമാണോ പേടിച്ചത്, ഭയപ്പെട്ടത്, ആ കാര്യം തന്നെയാണ് ഇന്ന് സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് കാര്യം, അത് വിശ്വാസ കാര്യത്തിലായാലും പ്രകടകാര്യത്തിലായാലും. അതാ പറഞ്ഞത്, അവിടെയൊക്കെ തസ്ബീഹത്ത് ഉണ്ടാവണം, നേടണം. നമ്മൾ ഒരിക്കലും ബിദ്അത്തായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് നല്ലതല്ലേ, നല്ലതല്ലേ, അത് അർത്ഥാർത്ഥാണ്. അങ്ങനെ ഒരു വിഷയമേ ദീനിലില്ല. നല്ലതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ട്, പഠിപ്പിക്കാതെ ഒന്നും വിട്ടേച്ച് പോയിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സഹോദരന്മാരെ പറഞ്ഞു വന്നത്, നമ്മൾ തസ്ബീഹത്തുള്ളവരാകണമെങ്കിൽ കർമാനുഷ്ഠാന രംഗങ്ങളിൽ കൃത്യമായി സുന്നത്തുമായി മുറുകെ പിടിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അതിലൊരിക്കലും ചോദിച്ചത് അവസാനമായിക്കൊണ്ട് നമ്മുടെ തസ്ബീഹത്തിന് വേണ്ട മേഖല സ്വഭാവഘട്ടമാണ്. ഈ 3 മേഖലകൾ നമ്മൾ നന്നാക്കിയാൽ നാളെ പരലോകത്ത് സ്വർഗ്ഗം വാങ്ങാം. സ്വഭാവ രംഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്വഭാവ രംഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്താന്ന് പറയുന്നത്, പഠിപ്പിച്ച ഹദീസ്, നമ്മള് അല്ലേ, ആരാണ് പാപ്പരായവർ? ചോദിക്കുകയാണ്, ആരാണ് പാപ്പരായവർ? സ്വഹാബികൾ പറഞ്ഞ പ്രവാചക സമ്പത്തില്ലാത്ത, അല്ലേ, അതുപോലെ ജീവിക്കാനുള്ള വിഭവങ്ങളില്ലാത്ത, വീടില്ലാത്ത, അങ്ങനെയുള്ള ആളുകളാണ് പ്രവാചകനെ പാപ്പരായവർ. നബി പറഞ്ഞല്ല, അവരൊന്നുമല്ല പാപ്പരായവർ. പിന്നെ ആരാണ് പാപ്പരായവർ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകളാണ് നാളെ പരലോകത്ത് അവർ വരും. വെറും കൈയോടെയല്ല, നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്ത്. വെറുതെ വരുന്നത് നമസ്കരിച്ചിട്ട് കൃത്യമായി നമസ്കരിക്കുന്ന ആളുകളാണ്. നോമ്പുണ്ട്, സക്കാത്തും ഒക്കെ ഉണ്ട്, തൗഹീദൊക്കെ ഉണ്ട്, ഒക്കെ ഉണ്ട്. എങ്ങനെ ഉരുട്ടി പരട്ടി വിട്ടാലും അല്ലാഹ് എന്നേ വിളിക്കുള്ളൂ, അല്ലാഹ് അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കില്ല. ഒറിജിനൽ തൗഹീദുള്ള മുഅ്മിനാണ്. പഠിപ്പിച്ച എല്ലാ സുന്നത്തുകളും കൃത്യമാണ്. സുന്നത്തിനപ്പുറത്ത് ഒന്നും അവൻ ചെയ്യുന്നു. പക്ഷേ ചില പോരായ്മ എന്താണെന്ന് അറിയോ? അവൻ ഒരാളെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, ഒരാളെ കുറിച്ച് അവൻ അപവാദം പറഞ്ഞിട്ടുണ്ടാവും, ഒരാളുടെ മാലിൽ സമ്പത്ത് അവൻ അന്യായമായി തിന്നിട്ടുണ്ടാവും, ഒരാളുടെ രക്തം ചിന്തിയിട്ടുണ്ടാവും, ഒരാളെ അടിച്ചിട്ടുണ്ടാവും. സ്വഭാവ രംഗത്ത് ചില വീഴ്ചകളാണ്. അതാണ് വിശ്വാസം നല്ലതാണ്, തസ്ബീഹ്. കർമ്മ മേഖലകൾ നല്ലതാണ്, തസ്ബീഹ്. സ്വഭാവ രംഗത്ത് എന്തായി നമ്മൾ പറയാറില്ല, ഒന്നാമത്തെ സ്വത്തിൽ നിൽക്കും എന്നാണ് നമ്മൾ പറയും. എന്റെ സ്വഭാവം മഹാമോശമാണ്. ഭാര്യയോട് സംസാരിക്കാറില്ല, അല്ലെങ്കിൽ ഭർത്താവിനോട് സംസാരിക്കാറില്ല, മക്കളോട് പെരുമാറാറില്ല, സഹോദരന്മാരോട് പെരുമാറിയില്ല. അയൽവാസികളെ കണ്ടാലും കൊണ്ട് നോക്കുക, സലാം പറഞ്ഞ സലാം കൊടുക്കലാന്ന് പറയും. അങ്ങനെയല്ല, എന്തെങ്കിലും നിസ്സാര കാര്യമായിരിക്കും. ഒരു സ്വഭാവം ശരിയാണ്. ഏത് വിഷയമുണ്ട് എല്ലാം അതാ പറഞ്ഞു. വിശ്വാസം നന്നായി, കർമ്മം നല്ല കാര്യമില്ല. നമ്മൾ എത്ര അതാണ് നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, തക്കാത്തുണ്ട്, ഒക്കെ ഉണ്ട്. ഇതൊക്കെ കൊണ്ടാണ് നാളെ പരലോകത്തിൽ വരുന്നത്. വിശദാനത്തിന് പറയാ, ഇവൻ ചെയ്ത കർമ്മങ്ങൾ, ഇവൻ ആരെയാണോ അപവാദം പറയുന്നത്, പരിഹസിച്ചത്, ആരുടെ സമ്പത്താണോ അന്യായമായി കവർന്നെടുത്തത്, രക്തം ചിന്തയത്, ഇവൻ ചെയ്ത എല്ലാ കർമ്മങ്ങളും അങ്ങോട്ട് പോകും. എന്നിട്ടും തീർന്നില്ലെങ്കിൽ അവൻ ചെയ്ത തിന്മകളൊക്കെ നമുക്ക് തരുന്നത് നമ്മൾ അങ്ങ് നരകത്തിൽ കൊണ്ടുപോകുന്നു. പിന്നെ എന്ത് ചെയ്തിട്ടും ഉണ്ടാക്കാൻ, എന്ത് പ്രവർത്തിച്ചിട്ടും ഉണ്ടാക്കാൻ. അതാ പറഞ്ഞത്, നാളെ പരലോകത്ത് പോകുമ്പോ നഷ്ടം സംഭവിക്കുന്ന ഒരു ഒരു വേള എന്ന് പറഞ്ഞത് നഷ്ടം വെളിപ്പെടുന്ന സമയം. നഷ്ടം വെളിപ്പെടുന്ന സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഏറ്റവും വലിയ നഷ്ടം ഏതറിയോ? ഏറ്റവും വലിയ നഷ്ടം ഏതറിയോ? നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്തല്ലോ, എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്തല്ലോ, എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്തു. എന്നിട്ട് ആ കർമ്മങ്ങളൊക്കെ ആർക്കാ കൊടുക്കുന്നത്? ഈ ലോകത്ത് നമ്മൾ ജീവിക്കും, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോ നമ്മള് ആരെയാണോ നമ്മള് തല്ലിയത്, ആരോടാണോ നമുക്ക് ദേഷ്യം, ആരോടാണോ നമുക്ക് വെറുപ്പ്, ആരെയാണോ നമ്മൾ മാറ്റി നിർത്തിയത്, അവർക്കാണ് നമ്മൾ ചെയ്ത കർമ്മങ്ങൾ കൊടുക്കുന്നത്. അല്ലേ അല്ലേ അല്ലേ? എന്റെ ഭാര്യക്കാണ് ഞാൻ ചെയ്ത കർമ്മങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഞാൻ പറയും, പഠിച്ചോനെ എന്റെ ഭാര്യയെ കൊടുത്തോന്ന് പറയാം. കാരണം എന്റെ ഭാര്യനെ അത്ര ഇഷ്ടപ്പെടും.
അല്ലെങ്കിൽ എന്റെ ഭർത്താവിനാണെന്ന് മറ്റു ഭർത്താവിനല്ലേ എന്റെ കർമ്മങ്ങൾ കൊണ്ട് ഉൾക്കോട്ടെ എന്തെങ്കിലും പറയാം. അങ്ങനെ പറയാൻ പറ്റാത്തൊരു വേദിയാണ് പരലോകം, അത് വേറെ വിഷയം. എന്നാലും എന്റെ ഭർത്താവല്ലേ, എന്റെ കർമ്മങ്ങളല്ലേ പോകുന്നത്, ഭർത്താവിന് പൊയ്ക്കോട്ടെ എന്ന് പറയും. അല്ലെങ്കിൽ എന്റെ മക്കളല്ലേ, മക്കൾക്കല്ലേ അള്ളാഹുവിന്റെ കർമ്മങ്ങൾ കൊടുക്കുന്നതും താരമില്ല എന്ന് പറയാം. ഇത് ആർക്കാ കൊടുക്കുന്നത്? നാം ആരോടാണോ നാം വെറുപ്പും വിദ്വേഷവും പകയും വെച്ച് നടത്തുന്നത്, ഈ ഭൂമിയിൽ ജീവിച്ചത്, ആരോടാണോ മിണ്ടാതെ നടന്നത്, സലാം പറയാതെ, സലാം പറഞ്ഞാൽ മടക്കാതെ നടന്നത്, അവർക്കാണ് നമ്മുടെ കർമ്മങ്ങൾ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നരകത്തിലേക്ക് പ്രവേശിപ്പിച്ചാൽ അതാണ് യൗമുൽ തഖാബ് എന്ന് പറഞ്ഞാൽ നഷ്ടം വെളിപ്പെടുന്ന ദിവസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് പറഞ്ഞതാണ്. അതുകൊണ്ട് സ്വഭാവ രംഗത്തും മാറ്റം തരണം. വക്കീലായാൽ പോരാ, അങ്ങേയറ്റ സുന്നത്ത് മാത്രം അനുസരിച്ച് ജീവിച്ചാൽ പോരാ, നല്ല സ്വഭാവത്തിന്റെ ഉടമകളാകണം. അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ സ്വഭാവം ഖുർആനാണ്. ആ ഖുർആൻ ആയിരിക്കണം നമ്മുടെ സ്വഭാവം. അപ്പൊ സ്വഭാവ രംഗത്ത് മാറ്റം വന്നാൽ തസ്കിയത്തുള്ളവരായി എന്നതാണ്. എത്രത്തോളം എന്നാൽ പ്രവാചകൻ ഒന്നുകൂടി വിശദീകരിച്ചു. നിങ്ങൾ സ്വഭാവ രംഗത്ത് മാറ്റം വന്നിട്ടായിരിക്കും നിങ്ങളുടെ കർമ്മങ്ങൾക്ക് നശിച്ചു പോകുന്നു പറഞ്ഞല്ലോ. അതുപോലെ തന്നെ പ്രവാചകൻ വേറൊരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ മനസ്സിലുള്ള വേറൊരു ദുസ്വഭാവമുണ്ട്. അതെന്തറിയോ? ഇയ്യാകും വൽ ഹസദ് ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാത് കമാ തഅകുലുൻ നാറുൽ ഹതബ. ഇയ്യാകും വൽ ഹസദ്, നിങ്ങൾ അസൂയയെ സൂക്ഷിക്കണേ. അസൂയ നല്ലതാണോ? അസൂയ നല്ലതാണോ? അസൂയ നല്ലതല്ല. രണ്ട് കാര്യത്തിന് അസൂയ വെക്കാം എന്ന് പ്രവാചകൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. രണ്ട് കാര്യത്തിന്. അറിയാലോ ഏതൊക്കെ കാര്യത്തിനാണ്? അറിവ് നേടുന്നതിലോ പിന്നെ സമ്പത്ത് ഉണ്ടായിട്ട് അത് ചെലവഴിക്കുന്നതിലോ രണ്ട് കാര്യത്തിൽ അസൂയ വെക്കാം. അഥവാ ഒരാൾക്ക് അറിവ് കിട്ടി, ഒരാൾക്ക് അറിവുണ്ട്, ആ അറിവ് അയാൾ നല്ല നിരക്കാണ് പകർന്നു കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അസൂയ വെക്കാം. മറച്ചോൻ അതുപോലെ ഒരു അറിവ് എനിക്ക് കിട്ടിയെങ്കിൽ ഞാനും അതുപോലെ ആളുകൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും, അസൂയ വെക്കാം, കുഴപ്പമില്ല. ഒരാൾക്ക് സമ്പത്തുണ്ട്, ആ സമ്പത്ത് അയാൾ നല്ലപോലെ ചെലവഴിക്കാനുള്ള മാർഗത്തിൽ, അപ്പോൾ നമുക്ക് പറയാം അള്ളാഹു അതുപോലെ എനിക്ക് സമ്പത്ത് കിട്ടിയാൽ ഞാൻ നല്ലപോലെ സമ്പത്ത് ചെലവഴിക്കാമെന്ന് അസൂയ വെക്കാം. അത് അസൂയല്ല. അസൂയ എന്ന് പറഞ്ഞാൽ പടച്ചോനായാലും നല്ല അറിവുണ്ടല്ലോ, അയാൾ മത്തബുദ്ധിയായി പോട്ടെ, എനിക്ക് നല്ല അറിവ് എന്ന് പറഞ്ഞാലാണ് അസൂയ. അല്ലെങ്കിൽ സമ്പത്തൊക്കെ നശിച്ച് നാമാവിശേഷമായി പോട്ടെ, എനിക്ക് ഒരുപാട് സമ്പത്ത് വേണമെന്ന് പറഞ്ഞാൽ അസൂയ. അതാ പറഞ്ഞാൽ അപ്പൊ അതുപോലെ എനിക്കും കുഴപ്പമില്ലല്ലോ, സഹോദരനെ പോലെ എനിക്കും എന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ട്, അതിൽ അസൂയ വെക്കാം. അതല്ലാത്ത ഒരു കാര്യത്തിലും നമുക്ക് അസൂയ വെക്കാൻ പാടില്ല. അതവിടെ പറഞ്ഞത്. ആ അസൂയ എന്ന് പറയുന്നത് പുറത്ത് കാണൂല, പുറത്ത് കാണും. ഒരാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്ത് കാണൂല. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ അതിന് നിങ്ങൾ സൂക്ഷിക്കണം. കാരണം എന്താണെന്നറിയോ? അതാ പറയുന്നത്, നിങ്ങളുടെ ഹസനത്തിൽ അഥവാ നന്മകളെ, കർമ്മങ്ങളെ അത് കാർന്ന് കാർന്ന് തിന്നു. ഏതുപോലെ? തീ വിറകിനെ തിന്ന് നശിപ്പിക്കുന്നത് പോലെ. തീ വിറകിനെ തിന്ന് ചാരമാക്കി കളയില്ലേ? അതുപോലെ നിങ്ങൾ ചെയ്ത മുഴുവൻ കർമ്മങ്ങളും ഈ അസൂയ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള ഈ ഒരു ദുസ്വഭാവം നിങ്ങളുടെ കർമ്മങ്ങളെ നശിപ്പിച്ചു കളയും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സ്വഭാവം നന്നാക്കണം. അവിടെ തസ്കിയത്തുണ്ടാവണം. ഈ മൂന്ന് കാര്യങ്ങളിലും നമ്മൾ തസ്കിയത്ത് നേടിയാൽ നമുക്ക് നാളെ പരലോകത്ത് സ്വർഗ്ഗത്തിലേക്ക് പോകാം. ഏതെങ്കിലും ഒന്നിൽ നേടിയാലോ ഒരു കാര്യം, അതാണ് മൂന്നിൽ ഏതെങ്കിലും ഒന്നിൽ ജയിച്ചാൽ മൂന്നിൽ തന്നെ. കാരണം മൂന്ന് കാര്യവും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയപ്പോൾ ഏതെങ്കിലും ഒന്നിൽ അപാകത വന്നാൽ കർമ്മങ്ങളൊക്കെ കൊണ്ടുപോകുന്നതാണ്. മൂന്ന് കാര്യം അത് വിശുദ്ധ ഖുർആൻ ദോഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്ത് കൂടി ഓതി വെച്ചിട്ട് അവസാനിപ്പിക്കാം. وَمَن يَأْتِهِ مُؤْمِنًا قَدْ عَمِلَ الصَّالِحَاتِ فَأُولَئِكَ لَهُمُ الدَّرَجَاتُ الْعُلَى جَنَّاتُ عَدْنٍ تَجْرِي مِن تَحْتِهَا الْأَنْهَارُ خَالِدِينَ فِيهَا وَذَلِكَ جَزَاءُ مَن تَزَكَّى. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നഹു മൻ യഅതി റബ്ബഹു മുജ്രിമൻ ഫഇന്ന ലഹു ജഹന്നമ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. ആരെങ്കിലും നാളെ പരലോകത്ത് കുറ്റവാളികളായിക്കൊണ്ട് ആരെങ്കിലും വന്നാൽ, അപ്പൊ പറഞ്ഞതുപോലെ ശിർക്ക് ചെയ്ത് ബിദ്അത്ത് ചെയ്ത് ദുസ്വഭാവമായിക്കൊണ്ട് ആരെങ്കിലും വന്നാൽ, ആരെങ്കിലും നാളെ പരലോകത്ത് മുജ്രിമായി കൊണ്ടുവന്നാൽ ഫഇന്ന ലഹു ജഹന്നം, അവർക്കാണ് നാളെ പരലോകത്ത് നരകമുള്ളത്. ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, ആ നരകത്തിൽ അവർക്ക് ജീവിതവുമില്ല മരണവുമില്ല. വമൻ യഅതിഹി, ആരെങ്കിലും വരികയാണ് മുഅ്മിനൻ ഖദ് അമില സ്വാലിഹാത്ത്,
സൽക്രമങ്ങൾ ചെയ്ത് നല്ല നല്ല സ്വഭാവത്തിന്റെ ഉടമയായിക്കൊണ്ട് സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ടാണ് നാളെ പരലോകത്ത് വരുന്നതെങ്കിൽ അത്യുന്നതമായിട്ടുള്ള സ്വർഗമായിരിക്കും അവർക്കുള്ളത്. അതിലായിരിക്കും അവർ താഴ്ഭാഗത്തോട് ഒഴുകുന്ന അരുവികളുള്ള സ്വർഗമായിരിക്കും അവർക്ക് അവിടെയുള്ളത്. ആ സ്വർഗത്തിൽ അവർ ശാശ്വതന്മാരായ ആളുകളായിരിക്കും, നിത്യവാസികളായിരിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിച്ചത് വദാലിക ജസാഉ മൻ തസക്ക. ഈ സ്വർഗ്ഗം എന്നുള്ള പ്രതിഫലമുള്ളത് മൻ തസക്ക, ആരാണോ ജീവിതത്തിൽ തസ്കിയത്ത് നേടിയത്, ആരാണോ ജീവിതത്തിൽ പരിശുദ്ധി നേടിയത്, ആ പരിശുദ്ധി നേടിയവർക്കുള്ള പ്രതിഫലമാണ് സ്വർഗ്ഗം. ഈ വിശുദ്ധ ഖുർആനിലെ ആയത്ത് അതാ പറഞ്ഞത്. എല്ലാ രംഗത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ വിധത്തിലുള്ള തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കുമാറാകട്ടെ. ഈ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിലുണ്ടാകും. ഇത് മൂന്നും നന്നായാൽ യാതൊരു പ്രയാസമില്ല. നാളെ പരലോക സ്വർഗ്ഗത്തിൽ ഉറപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചെയ്ത വാഗ്ദാനമാണ്. ഇതിലേതെങ്കിലും അപാകത വന്നാൽ നമ്മൾ ചിന്തിക്കുക, ആത്മപരിശോധന നടത്തുക. എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ, കുറവുകൾ വന്നിട്ടുണ്ടോ, തുറച്ചു നിൽക്കുക, മായിച്ചു കളയുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനോ അറിയാതെയോ നമ്മുടെ ഭാഗത്ത് വല്ല തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ഹറാമുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു അതെല്ലാം നമുക്ക് കൊടുത്ത് മാപ്പ് നൽകുമാറാകട്ടെ. നാം നിർവഹിക്കുന്ന ഓരോ കർമ്മങ്ങളും അല്ലാഹു സ്വാലിഹായ അമലാക്കി കബൂൽ ചെയ്യുമാറാകട്ടെ. ലോകം കൊണ്ട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രവർത്തിക്കാൻ അല്ലാഹു അവരുടെ എല്ലാം ലോകം സുഖം നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, കുഞ്ഞാന്മാർ, സഹോദരങ്ങൾ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും അവരുടെ കബറിടം അല്ലാഹു വിശാലമാക്കുകയും അവരെയും നമ്മളെയും നാളെ ജന്നാത്തിൽ ഫിർദൗസിൽ ലഭിച്ചു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞാന്മാർ, സഹോദരന്മാർ അല്ലാഹു അവർക്ക് ജീവിതത്തിൽ ആരോഗ്യവും തൗഫീഖും ബർക്കത്തും പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സദഖകൾ ചെയ്യുന്ന, സകാത്ത് ചെയ്യുന്ന ധാരാളം സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുള്ള അല്ലാഹു അവർക്ക് ഖൈറും ബർക്കത്തും പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് അർഹമായ പ്രതിഫലം നൽകി സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين. السلام عليكم.